ചില പേഷ്യൻസിന് ഡോക്ടറിനേക്കാൾ വിശ്വാസം ലാബ് ടെക്നീഷ്യന്മാരെയാണെന്ന് ജോലിക്കിടയിൽ ചിലപ്പോൾ തോന്നാറുണ്ട്. അതിന് കാരണം അവർക്ക് കിട്ടിയ റിസൾട്ടുകൾ വളരെ വൃത്തിയിൽ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കൊടുക്കുന്ന ചില ടെക്നീഷ്യന്മാർ നമുക്കിടയിലുണ്ട്. എന്നാൽ ടെക്നീഷ്യന്മാരാരാണ്? ബോഡിയിൽ നിന്ന് ലഭിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സാമ്പിൾസ് മാനുവലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസിൻ്റെയോ സഹായത്തോടു കൂടി പ്രോസസ്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്ന വർക്കേഴ്സാണ് ലാബ് ടെക്നീഷ്യൻസ്. അതിലപ്പുറം കിട്ടിയ റിസൾട്ടിനെ ഏതെങ്കിലും രൂപത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്ന രോഗമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന രോഗമാകാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പേഷ്യൻസിനോട് നൽകുന്ന ആളുകളല്ല. അങ്ങനെ നൽകാൻ യാതൊരു അധികാരവും ഒരു ലാബ് ടെക്നീഷ്യനില്ല. രോഗനിർണയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്ലിനിഷ്യനിൽ അല്ലെങ്കിൽ ഫിസിഷ്യനിൽ അധിഷ്ഠിതമാണ്. ലാബ് ടെക്നീഷ്യൻസ് ടെക്നിക്കലായിട്ടുള്ള കഴിവ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കണ്ടെത്തിയാൽ ആ റിസൾട്ട് മാക്സിമം ചില സമയത്ത് ചില പേഷ്യൻസിന് കണ്ണ് കാണാൻ കഴിയില്ല, ചില ഭാഷ മനസ്സിലാവില്ല. ആ സമയത്ത് റിസൾട്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. അതോടൊപ്പം ചേർത്തിരിക്കുന്ന റെഫറൻസ് വാല്യൂവും അവരോട് പറഞ്ഞു കൊടുക്കാം. അത് ടെക്നീഷ്യൻ ആവണം തന്നെ ഇല്ല, അത് പൊതുജനങ്ങളായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അത് പറഞ്ഞു കൊടുക്കാം. അതിലപ്പുറം അത് ഇന്ന രോഗത്തിൻ്റെ സൂചനയാണ്, നിങ്ങൾക്ക് ഡയബറ്റിക് ആണ്, നിങ്ങൾക്കൊരു വൈറൽ ഫീവർ ആണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു വ്യാഖ്യാനം ഒരിക്കലും നടത്താൻ പാടുള്ളതല്ല. WHO, CLSI, NABL പോലുള്ള സംഘടനകൾ ഇതുമായിട്ടുള്ള മാർഗനിർദ്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. അതേസമയം ഒരു ടെക്നീഷ്യന് ഒരു ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സൈഡ് ഡോക്ടേഴ്സിന് വിശദീകരിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല.